ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞാനിന്ന് വീണ്ടും ഒരു സ്കൂൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. അപ്പോൾ നമ്മളിന്ന് പാത്തുവിൻ്റെ സ്കൂളിൽ പോവുകയാണ്. ആദ്യമായിട്ടാണ് അവരുടെ സ്കൂളിൽ പോവുക കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് സ്കൂൾ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പോകുന്ന വഴിയിൽ നമുക്ക് പറയാം കേട്ടോ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ റോഡിൽ. അപ്പോൾ ഇന്നിപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 നേരമായിട്ടാണ് ഈ മീറ്റിംഗ്. ഇപ്പോൾ രാവിലെ ഒരു 8 മണി തുടങ്ങി 8:30 വരെയും ഒരു മീറ്റിംഗ്, അതിനുശേഷം വൈകിട്ട് ഒരു 6:30 മണി തുടങ്ങി അടുത്തൊരു മീറ്റിങ്ങും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അതിനുശേഷം നമുക്ക് പിന്നെ വൈകിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ റാസ് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്കൂളിലേക്ക്. എങ്കിലും സ്കൂൾ ബസ് വരും കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ. ഏകദേശം ഒരു 2-3 ബസ്സോളം കുട്ടികളുണ്ട് കേട്ടോ നമ്മുടെ അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക്. അപ്പോൾ എന്താ പറയുക, പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വേഗം തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ഇന്നത്തെ മീറ്റിംഗ് ശരിക്കും ഒരു അരമണിക്കൂറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ ക്ലാസ് എങ്ങനെയൊക്കെയാണ് ഒന്ന് കാണുക, പരിചയപ്പെടുക ടീച്ചറിനെ, അതൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്കൂളിൽ LKG തുടങ്ങി 4ാം ക്ലാസ് വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 500 കുട്ടികൾ താഴെയായിട്ടാണ് ഈ സ്കൂളിലുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളങ്ങനെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈസ്കൂളിൽ നിന്നും വളരെ എന്താ പറയുക, ആ വലിപ്പമൊന്നുമില്ല കേട്ടോ. ഈ സ്കൂൾ വളരെ ചെറിയൊരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇനിയിപ്പോൾ വണ്ടി ഇടാനുള്ള ഒരു ഇതാണ്. അപ്പോൾ ഗ്രൗണ്ടൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്കൂളിൻ്റെ അപ്പുറത്തായിട്ട് നല്ലൊരു പുൽമേടൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി ഇടാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം പേരൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ് അനുസരിച്ചാണ് ഇന്നിപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം 2ാം ക്ലാസ്സിനാണ്, അതായത് പാത്തു ഇപ്പോൾ 2ലേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഓരോ ഗിഫ്റ്റ് ബോക്സുകളുണ്ട് കേട്ടോ. അതായത് കുട്ടികളെല്ലാവരും തന്നെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ എന്നിട്ട് ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കും. എന്നിട്ട് ക്ലാസ് ടീച്ചർ പിന്നെയുള്ള ദിവസങ്ങളിൽ അത് എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇടാനുള്ള പോവേണ്. നമ്മളിപ്പോൾ പുൽമേടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഗ്രൗണ്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പല്ലേ. അപ്പോൾ ഇവിടെ ആ കാണുന്നതൊക്കെ ഇങ്ങനെ കാട് പോലെ കാണുന്നുണ്ടല്ലേ. ഇങ്ങനെ മാനുകളൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും മാനുകളൊക്കെ വരും കേട്ടോ. അങ്ങനെ പ്രത്യേക ഇന്ന സ്ഥലമൊന്നുമില്ല. നമ്മൾ താമസിക്കുന്ന ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തൊക്കെ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. ആളുകളൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 8 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ അകത്ത് കയറി. ഇത് കണ്ടില്ലേ, ഇതാണ് സ്കൂളിൻ്റെ അകത്ത് ആ ഓരോ ഇങ്ങനെ വരാന്തകൾ. അപ്പോൾ 2 സൈഡിലായിട്ട് ക്ലാസ് റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ടീച്ചറിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് പാത്തുവിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര്. ഇത്തിരി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പേരാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ക്ലാസ്സിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ക്ലാസ് റൂം. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലാസ് റൂം തന്നെയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലാസ് റൂമുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഫുള്ള് ടോയ്സുകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലാസ് റൂമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതായത് കൂടുതലും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അത്രയ്ക്ക് രസകരമായ രീതിയിലാണ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണം. ഫുള്ള് പല കളറിലെ ചെയറുകളും പിന്നെ ടോയ്സുകളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 2nd ക്ലാസ് എന്ന് പറഞ്ഞാൽ കൂടുതലും പഠനമായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. കൂടുതലും പഠനവും പിന്നെ കളികളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അതാണ് കേട്ടോ ഈ കാണുന്നത്. ഫുള്ള് ഇങ്ങനെ ടോയ്സുകളല്ലേ, നല്ല രസമുണ്ട്. എവിടെ നോക്കിയാലും പല രീതിയിലുള്ള ഇങ്ങനെ ടോയ്സുകളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുക.
അപ്പോൾ അതേ ആ നടുക്ക് നിൽക്കുന്നതാണ് കേട്ടോ ക്ലാസ് ടീച്ചർ. ആ ബ്ലൂ ജീൻസ് ഇട്ടേക്കണത് ഇതാണ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എല്ലാവരെയും ഇങ്ങനെ വന്ന് പരിചയപ്പെടുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വളരെ എന്താ പറയുക, സ്നേഹത്തോടു കൂടി കുട്ടികളെയൊക്കെ ഹഗ് ചെയ്തിട്ടാണ് പരിചയപ്പെടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ് റൂമിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഇവരുടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേ ടീച്ചർ ഇങ്ങനെ ഓരോരുത്തരെ വന്ന് പരിചയപ്പെടുക. അതേ പിള്ളേരൊക്കെ ഓരോരോ ഫോട്ടോസുകളൊക്കെ എടുക്കേണ്ട. കാരണം വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ക്ലാസ് റൂം കാണാനായിട്ട്. ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓരോരോ രീതിയിലാണ് അവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. ഒരുപാട് ടോയ്സുകളുണ്ട് കേട്ടോ. നമുക്ക് എവിടെ വീഡിയോ എടുക്കണമെന്ന് ഒരു കൺഫ്യൂഷനാണ്. പിന്നെ അതുപോലെ തന്നെ പഠിക്കണതിൻ്റേതായ കുറേ സ്റ്റിക്കി നോട്ട്സുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ അകത്ത് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ കുറേ ഇങ്ങനെ ചുറ്റി നടന്ന്. അപ്പോൾ ഈ ക്ലാസ് റൂം നമുക്കൊന്ന് പരിചയപ്പെടാനും ടീച്ചറിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, അതൊക്കെയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്. നമ്മളങ്ങനെ കുറേ അരമണിക്കൂർ അങ്ങനെ അവിടെ നിന്നു, ടീച്ചറിനെയൊക്കെ പരിചയപ്പെട്ടു, ഇതേ ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നത് ഇവർക്ക് ജാക്കറ്റുകളൊക്കെ ഇടാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ ഇവിടെ മഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ജാക്കറ്റുകളൊക്കെ ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൂക്കിയിടാനുള്ള ഭാഗങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മളിപ്പോൾ അതേ പോവുകയാണ്. ഇനിയിപ്പോൾ വരാന്തയിലേക്ക് കടന്നപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോരോ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കണം കാണാം കേട്ടോ. നല്ല രസകരമായ രീതിയിലാണ് അവരിത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നിന്ന് ഫോട്ടോസ് എടുക്കണമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിള്ളേരും വലിയവരൊക്കെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. നല്ല രസമുണ്ടല്ലേ സ്കൂള്. ശരിക്കും നമ്മൾ ഹൈസ്കൂളിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കേട്ടോ ഈ സ്കൂള്. അപ്പോൾ അതേ ആ നേരെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ടീഷർട്ടുകളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇവിടെ യൂണിഫോം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഈ സ്കൂളിന് തന്നെ അല്ല, നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ച ഹൈസ്കൂളിനാണെങ്കിലും യൂണിഫോം ഇല്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അമേരിക്കയിലും മിക്ക സ്കൂളുകൾക്കും യൂണിഫോമുകളൊന്നുമില്ല, കളർ ഡ്രസ്സ് തന്നെയാണ്. എങ്കിൽ പോലും ഇവരിതേ ഇവിടെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ. നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ. ടീഷർട്ടുകളൊക്കെ പല കളറിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള ഇങ്ങനെ പേരൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ലൈനായിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ക്യൂ നിന്നിട്ടാണ് അകത്തേക്ക് കയറണത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റ് ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് നമ്മളത് അവരവരുടെ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വൈകിട്ടാണ് അടുത്ത മീറ്റിംഗ് നമുക്ക് പറഞ്ഞേക്കണത്. അപ്പോൾ അത് എല്ലാ ക്ലാസ്സിനും ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് 6:30 കേട്ടോ പറഞ്ഞേക്കണത്. അപ്പോൾ ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ക്ലാസ് അനുസരിച്ചാണ് തോന്നുന്നുണ്ടോ ഇവിടെ മീറ്റിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പോൾ റാസ് പഠിക്കുന്ന സ്കൂള് വേറെ ഏരിയയിലായിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഈ ഏരിയയിലല്ല, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ്. ഈ രണ്ട് സ്കൂളുകളും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് ഇനി വൈകിട്ട് വരാം കേട്ടോ. നമ്മളങ്ങനെ വീണ്ടും സ്കൂളിലെത്തിയേക്കാണ്. വൈകിട്ട് 6:30 അപ്പോൾ ഈ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ശരിക്കും പിള്ളേരുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ പേരൻസ് മാത്രം വന്നാലും മതി. എങ്കിൽ പോലും പിള്ളേരും മിക്കവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴത്തേനും ഇത് കണ്ടില്ലേ, പിള്ളേരൊക്കെ വരാന്തയിലിരുന്ന് ഇങ്ങനെ കളികളിലാണ്. ഓരോരോ ടോയ്സുകളൊക്കെ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞങ്ങളും അങ്ങനെ രണ്ടുപേരും മാത്രമായിട്ടാണ് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇതാണ് കേട്ടോ ക്ലാസ് ടീച്ചർ. ഞാൻ രാവിലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുക കേട്ടോ. ഇങ്ങനെ പഠനത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ വളരെ രസകരമായ രീതിയിൽ തന്നെ ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓരോരോ വീഡിയോസുകളൊക്കെ പ്രൊജക്ടറിൽ നമ്മളിങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അങ്ങനെ ഇന്ന സീറ്റൊന്നുമില്ല കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. പല ചെയറുകളും ഉണ്ടല്ലോ. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്നാണ് ടീച്ചർ ഇങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 15 കുട്ടികൾ തന്നെ ഉണ്ടോയെന്ന് തന്നെ സംശയമുണ്ടോ. അപ്പോൾ അത്രയ്ക്ക് ചെറിയ ക്ലാസ്സാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ, ഓരോ ക്ലാസ്സിലും കുറച്ച് കുട്ടികൾ വെച്ചാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു 500 കുട്ടികളിൽ താഴെയായിട്ടാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ നമ്മളങ്ങനെ രാവിലെ കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ വാക്കുകളൊക്കെ ഇവരിങ്ങനെ മതിലേൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഓരോരുത്തർ ക്ലാസ്സൊക്കെ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പേരൻസും ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ക്ലാസ്സിന് പുറത്തായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 1 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഈ മീറ്റിംഗ്. അങ്ങനെ നമ്മൾ ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിള്ളേർ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കളികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാത്തു, എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടപ്പെട്ടാ? നല്ലതാ? ഓ. അപ്പോൾ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ പോലെ അല്ലായിരുന്നു. അപ്പം ഞാൻ ധൃതി പിടിച്ച് വന്ന കാരണം അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വാതൊക്കെ തന്നെ നമ്മൾ രാവിലെ കണ്ട ആ ഒരു ടീഷർട്ടിൻ്റെ കൗണ്ടറില്ലേ, അതിപ്പോൾ ഇവർ പുറത്താണ് കേട്ടോ വെച്ചേക്കണത്. അപ്പോൾ പുറത്തിപ്പോൾ നല്ല തിരക്കാണ്. ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങനെ ടീഷർട്ടുകളൊക്കെ വാങ്ങുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. ഒന്നും നിർബന്ധമുള്ളതല്ല. പല കളറിലായിട്ട് പല കളറിലുള്ള ടീഷർട്ടുകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങൾ. എന്തായാലും വളരെ രസകരമായിരുന്നു. ഇവരുടെ പഠനവും കാര്യങ്ങളൊക്കെ ടീച്ചർ വിശദീകരിച്ച് തന്നത് അങ്ങനെയാണ് കേട്ടോ. ഇന്നത്തെ സ്കൂൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.